തമ്പാനൂരിൽ ഹോട്ടൽ ഹൈലാൻഡിൽ തീപിടുത്തം ഒന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ രക്ഷപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു കൂടി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നു. അഞ്ജു, എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? അതേസമയം ആളഭയം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ തീപിടുത്തത്തിന്റെ കാരണം അടക്കം എന്താണെന്നതിനെ കുറിച്ച് വല്ല വിവരങ്ങൾ ലഭ്യമാണോ? കൂടുതൽ വിവരങ്ങൾ. വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഈ ഹോട്ടൽ ഹൈലാൻഡ്, തമ്പാനൂരിലുള്ള ഹോട്ടൽ ഹൈലാൻഡിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ ഹൈലാൻഡ് ഹോട്ടലിലെ ഏറ്റവും താഴത്ത് ആദ്യം 6ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും ബേസ് താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. താഴത്തെ നിലയിലെ ഈ അടുക്കളയോട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് ചിമ്മിനിയിലുണ്ടായ ഒരു തീപിടുത്തമാണ്. തുടർന്ന് പുക മറ്റ് ഈ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറിയതാണ് വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കിയത്. ഈ സമയം തന്നെ ഈ ഹോട്ടലിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും, കുട്ടികളെയും സ്ത്രീകളെയും അടക്കം മുഴുവൻ ആൾക്കാരെയും പുറത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ തന്നെ എത്തിച്ചതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് ഈ കാര്യം പോയിട്ടില്ല. തുടർന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി പൂർണ്ണമായും ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഹോട്ടലിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പുറത്തിറക്കിയ ആളുകളൊക്കെ ഇപ്പോൾ തിരിച്ച് ഈ ഹോട്ടലിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ തീ ഉണ്ടായപ്പോൾ തന്നെ ഈ ഇത്തരത്തിൽ ഈ റെസ്റ്റോറൻറ്റിൽ ചിമ്മിനിയിലുണ്ടായ ഒരു സ്പാർക്കാണ് ഇതിന് കാരണം. അവിടെ ഉണ്ടായ തീയാണ് ഉള്ളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പുക മറ്റ് നിലകളിലേക്കും കൂടെ പടർന്നതാണ് കാരണമായത്. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് കൊണ്ട് വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ആളുകളെയൊക്കെ തിരികെ ഹോട്ടലിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അപകട സാധ്യതകൾ ഇവിടെ ഇല്ല. ശരി, എന്തായാലും തമ്പാനൂർ ഹോട്ടൽ ഹൈലാൻഡിലാണ് തീപിടുത്തമുണ്ടായത്. 6ാം നിലയിലായിരുന്നു തീപിടുത്തമെന്നായിരുന്നു ആദ്യം ലഭ്യമായ വിവരം. എന്നാൽ 1ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ ആളപായം ഉണ്ടാകാത്ത സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു അപായ സാധ്യതയാണ് ഒഴിവായത്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അഞ്ജു എസ് പാലിനാണ് വിവരങ്ങളുമായി ചേർന്നത്.